So, welcome to this session. ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 8 സെൻട്രൽ സർവീസസ് അതാണ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 8 BPAC 133. ഓക്കെ, യൂണിറ്റ് 8 സെൻട്രൽ സർവീസസ്. അപ്പോൾ അതിൽ നമുക്ക് IAS IPS ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് സെലക്ഷൻ മെത്തേഡ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതേമാതിരി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾ ഇന്ത്യ അത് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നത്. സെൻട്രൽ സിവിൽ സർവീസ് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഡ്രോ എ ക്ലാസിഫിക്കേഷൻ സ്കെച്ച് ഓഫ് ദ ഹയർ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇപ്പോൾ അതിൽ ക്ലാസ് 1 ഓഫീസറുണ്ട്, ക്ലാസ് 2, അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാം. ഓക്കെ, അതേമാതിരി വേരിയസ് സെൻട്രൽ സർവീസസ് ഏതൊക്കെയാണ് അത്. എലാബറേറ്റ് ദ ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്, AIS, ആൾ ഇന്ത്യ സർവീസ്, AIS. അതേമാതിരി സെർട്ടൻ ആർഗ്യുമെന്റ്സ് ഉണ്ട് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആൾ ഇന്ത്യ സർവീസിനെ പറ്റിയിട്ടും ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ യു സീ ഫ്യൂച്ചർ ഓഫ് ദ പബ്ലിക് personal system of any country is the classification of civil services. Okay, two important classification in civil service. അത് പറഞ്ഞല്ലോ, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, അതേ പ്രകാരം IAS IPS ഇതേമാതിരിയുള്ള പല പല ഡിപ്പെൻഡ്. അത് ഓരോരോ കൺട്രിയിൽ ഓരോരോ വിധമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അത് 2 ഇമ്പോർട്ടൻ്റ് സർവീസ് ഉണ്ട്. ഒന്ന് ആൾ ഇന്ത്യ സർവീസസ്, AIS. 2 സെൻട്രൽ സർവീസസ്, CS. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒന്ന് ആൾ ഇന്ത്യ സർവീസ്, 2 അതായത് AIS. റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഇവിടെ, AS CS പറഞ്ഞാൽ ഇനി ശ്രദ്ധിക്കണം. സെൻട്രൽ സർവീസസ് ആണ് CS, ആൾ ഇന്ത്യ സർവീസ് അത് ഡിഫറൻ്റ് ആണ്, AIS. ഓക്കെ, ഇതാണ് ജസ്റ്റ് സ്മോൾ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദെൻ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ. ദി കൺസെപ്റ്റ് ഓഫ് സിവിൽ സർവീസ്, അതായത് എന്താണ് സിവിൽ സർവീസ്, അതിൻ്റെ പ്രയോജനം എന്താണ്. നിങ്ങൾക്കറിയാം, എല്ലാ ബ്യൂറോക്രാറ്റിക് ഇതുണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം തന്നെ പല 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 സോ മെനി മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം ഹെഡഡ് ബൈ സെക്രട്ടറീസ് ആണ്. ചീഫ് സെക്രട്ടറി ഉണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്. ദി ആർ ഓൾ ഹെൽപ്പിംഗ് ദ റെസ്പെക്റ്റീവ് ഗവൺമെന്റ്, ഐദർ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകമാണ് ഈ ആൾ ഇന്ത്യ സർവീസസ്. മനസ്സിലായില്ലേ? ആൾ ഇന്ത്യ സർവീസ് പറഞ്ഞത് സെൻട്രലിന്റെ ഡിസ്പോസലാണ്. ഇതിന്റെ സെലക്ഷൻ UPSC മുഖാന്തരമാണ്. ഓക്കെ, അത് IASന്റെയും IPSന്റെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയാം. ഇനി സോ ദ കൺസെപ്റ്റ് ഓഫ് സിവിൽ സർവീസ് ഈസ് കൺസിഡേർഡ് ആസ് കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിയലി എ പ്രൊഫഷണൽ ബോഡിയാണ്. ഇംപാർഷ്യൽ ആയിരിക്കണം. അതായത് they are not concerned with any political party or whatever is there. They are meant for taking prompt decisions. മനസ്സിലായില്ലേ? അതായത് അവര് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സർവീസ് ടു ദ നേഷൻ, സർവീസ് ടു ദ കമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. They are all, one thing I am just telling you, UPSC examination is one of the best, വളരെ ട്രാൻസ്പെറൻ്റ് ആയ എക്സാം പാറ്റേൺ ആണ് കംപ്ലീറ്റ്. വളരെ വളരെ, അതായത് കഴിവുള്ളവർക്ക് മാത്രമേ അത് പാസ്സാവാൻ പറ്റൂ. അതിൽ ഒരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് യാതൊന്നും പറ്റില്ല. ഓൺലി മെറിറ്റ് ബേസിസ് ദേ വിൽ ബി സെലക്ടഡ്. ആൻഡ് ഇതിന്റെ ഇന്റർവ്യൂ കമ്മിറ്റി വളരെ വളരെ റിഗറസ് ആണ്. മനസ്സിലായില്ലേ? ഒരു അപ്പോയിൻമെന്റ്, ടെസ്റ്റ്, മെയിൻ, അതേമാതിരി പേഴ്സണൽ ഇന്റർവ്യൂ, എവറിഥിങ് വളരെ വളരെ ടഫാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്നവരാണ്. ഓൾ ആർ ഹൈലി കോമ്പറ്റന്റ്. ആൻഡ് മാത്രമല്ല, ഇന്നത്തെ IASന് ചിലർ PhD-കാരുണ്ട്, ചിലർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. മൾട്ടി സ്കിൽ ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഭരണം അവരുടെ കയ്യിലാണ് ശരിക്ക്, സെൻട്രലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ. ഓക്കെ, now here they are providing the service to the nation. Okay, so without any not only that party or politics and or class interest, civil service is the name of an important government institution. Civil service or government important government institution comprises by the officers and staff of administration of the government.
അപ്പൊ ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വളരെ കോമ്പറ്റന്റ് ആയിരിക്കണം. അതേമാതിരി മൊറൽ ഓഫ് സിവിൽ സർവീസ് വളരെ ഹൈ ആയിരിക്കണം. ദെയർഫോർ ബേസിക് ഇത് നമ്മുടെ ഗുഡ് ഗവേണൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നല്ല ഭരണം കാഴ്ചവെക്കാൻ ഇത്തരത്തിലുള്ള കഴിവുള്ളവരെ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ ഹെഡിങ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇറ്റ് വാസ് ലിമിറ്റഡ് ടു ഇന്ത്യൻ സിവിൽ സർവീസസ്, അതായത് ICS, ഇന്ത്യൻ സിവിൽ സർവീസ്. IAS ഇന്ത്യൻ സിവിൽ സർവീസ് ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലീസ്, അതായത് IPSന്റെ ഇമ്പീരിയൽ പോലീസ് അന്നാണ് അന്ന് അറിഞ്ഞിരുന്നത് 1947. സോ ദ ഹയസ്റ്റ് റാങ്കിങ് ഓഫ് ഓൾ സച്ച് സർവീസസ് വാസ് ICS. ICSൽ നിന്ന് അവർക്ക് വളരെ അധികം സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു, എനോർമസ് അതോറിറ്റി ഉണ്ടായിരുന്നു, വളരെയധികം പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് IAS. അത് അന്നും ഇന്നും സൊസൈറ്റിയിൽ വളരെ സ്ഥാനമുള്ളതാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള സിവിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഹൈ റാങ്കിങ് ഓഫീസേഴ്സ്. അപ്പൊ ആ സമയത്തും അവർക്ക് നല്ല റെമ്യൂണറേഷൻ ആയിരുന്നു, എനോർമസ് അതോറിറ്റി ഉണ്ടായിരുന്നു, നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടുന്ന സമയത്ത് there were 10 all India സർവീസ് and 22 സിവിൽ സെൻട്രൽ സർവീസ് അങ്ങനെ ഉണ്ടായിരുന്നു. 1946 സർദാർ വല്ലഭായ് പട്ടേൽ അറിയാലോ, അത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അത് മാത്രമല്ല, അയാൾ ദെൻ ഹോം മെമ്പർ ഇൻ ദ ഗവർണർ ജനറൽ ഓഫ് ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ. നിങ്ങൾക്കറിയാം, പണ്ട് ഗവർണർ ജനറൽമാർ, ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ, ഗവർണർ ജനറൽമാരായിരുന്നു. അതില് അവരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് അയാളൊരു മെമ്പറായിരുന്നു. കാലക്രമേണ അയാള് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം അയാൾ നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അയറൺ മാൻ, വളരെയധികം ഒരു വളരെ പ്രസിദ്ധി ആർജിച്ച, ഫ്രീഡം സ്ട്രഗിളിനൊക്കെ വേണ്ടി പ്രയത്നിച്ച നമ്മുടെ നെഹ്റു, വല്ലഭായ് പട്ടേൽ, അതേമാതിരി സോ മെനി അതർ, BR അംബേദ്കർ, അതെ രാജേന്ദ്ര പ്രസാദ് ആയിക്കോട്ടെ, അങ്ങനെ സോ മെനി പേഴ്സണാലിറ്റീസ്. അതിനിടയിൽ വളരെ 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 കഴിവുള്ളവരാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇത് മാത്രമല്ല, അനവധി 650ഓളം ചെറിയ രാജാക്കന്മാര് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ അത് എല്ലാം കൂട്ടിയോജിച്ചത്, ഇന്ത്യൻ യൂണിയനോട് കൂട്ടിയോജിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. വെൻ ഹി വാസ് ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിന് വളരെ ആദരവോടുകൂടി ആണ് എല്ലാവരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഉണ്ടാക്കുമ്പോഴും ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ. അത് ആരൊക്കെയാണ് ചെയർമാനൊക്കെ അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അയാൾ 1946 സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ, ദെൻ ഹോം മെമ്പർ, ഹോം മിനിസ്റ്റർ അല്ല അന്നത്തെ, 46 ഓർത്താണ് പറയുന്നത്, ഹോം മെമ്പർ ഇൻ ദി ഗവർണർ ജനറൽ. നിങ്ങൾക്കറിയാമോ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അവസാനത്തെ ഗവർണർ ജനറൽ. അത് ബ്രിട്ടീഷുകാരൻ. പക്ഷെ ഇന്ത്യക്കാരനായ ഒരു ഗവർണർ ജനറൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതാണ് ചക്രവർത്തി രാജഗോപാലാചാരി. അത് കുറച്ച് ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ അങ്ങോട്ട് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അപ്പൊ അന്നൊക്കെ കൗൺസിൽ നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നമ്മുടെ ഇന്ത്യത്തെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ഗവർണർ ജനറൽസ്. അവരെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു, അതായത് IASനും IPSും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടു റീപ്ലേസ് ICS ആൻഡ് IP, അതായത് നമ്മുടെ ഇമ്പീരിയൽ പോലീസും അതേമാതിരി IASും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ആരോട്? ബ്രിട്ടീഷുകാരോട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ. ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്. ഇനി കേട്ടോളൂ, എങ്ങനെയാണ് ആൾ ഇന്ത്യ സർവീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ബ്രീഫായിട്ട് പറയാം. പിന്നെ വൺ തിങ് ഈസ് ദ വിത്തിൻ ദ ലിമിറ്റഡ് ടൈം, I am just giving brief details of this. You have to study the course material in which details are mentioned. പക്ഷെ ഞാൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം കവർ ചെയ്യാം, കാരണം ലിമിറ്റഡ് ടൈം ആണുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കേൾക്കണം. മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് പലതും ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അത് ബുക്കിൽ ഇല്ലാത്തതും ചിലപ്പോൾ പറയും, കാരണം റിലവൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് പക്ഷെ നിങ്ങൾ ബുക്കിലുള്ളത് എഴുതിക്കോളൂ, കാരണം പരീക്ഷിക്കാതെയാണ് വരും. ഓക്കെ, നൗ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൾ ഇന്ത്യ സർവീസ്. കാരണം എന്താ പറയുക, ആ സമയത്ത് അമെൻഡ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പല ടൈമിലും നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1947 നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുശേഷം കുറെ അമെൻഡ്മെന്റ് നടന്നിട്ടുണ്ട്.
അപ്പൊ അതൊക്കെയാണ് ചിലത് ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നിങ്ങൾ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇരിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക. പക്ഷെ ഇതിൽ നിങ്ങളുടെ ബുക്കിലുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. അതുകൊണ്ട് ബുക്കിലും വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് ആണ്. അതുകൊണ്ട് യാതൊന്നും പഠിക്കില്ല. വളരെ പിന്നെ വേറൊന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സ് മെറ്റീരിയൽ വളരെയധികം വളരെ പ്രയോജനപ്പെട്ടതാണ്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് ആണ്. വളരെ ശ്രദ്ധാപൂർവം വായിക്കണം. യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് thoroughly. See, the guides or faculty members can only give certain inputs to you because there are, whether it is physical contact or whatever is there, ഫിസിക്കലായിട്ട് നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്തായാലും ശരി, ലിമിറ്റഡ് അവേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് മാത്രമല്ല പരീക്ഷയുടെ മുമ്പേ തന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് അവരുടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കഴിയാം. അതായത് പരീക്ഷ ടൈം ടേബിൾ വന്നതിന് ശേഷം പഠിച്ചാൽ പോരാ എന്നർത്ഥം. കാരണം ഇത് പ്രത്യേകിച്ച് എന്റെ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പറയാൻ പറ്റൂ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഓരോന്ന് പഠിക്കുന്ന സമയത്തേ. അതിപ്പോ എന്നിട്ടും എത്രയായുള്ളൂ, 5% പോലും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ഇതെല്ലാം കേട്ടിരിക്കണത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അതുമാതിരി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം, അതായത് പാർലമെന്റ് റെഗുലേറ്റ് ദ റിക്രൂട്ട്മെന്റ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ദ സർവീസ് ഓഫ് മെമ്പേഴ്സ്. അതായത് പാർലമെന്റ് ആണ് ആൾ ഇന്ത്യ സർവീസസിന്റെ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ അതായത് റിക്രൂട്ട്മെന്റ് എങ്ങനെ വേണം, അവരുടെ അധികാരങ്ങൾ UPSCയുടെ എന്താണ്, എത്ര സാലറി സ്ട്രക്ചർ, ഏതുവരെ അവർക്ക് ചെയ്യാം എന്നൊക്കെ ക്ലാസ് 1 ക്ലാസ് 2 ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നമ്മുടെ പാർലമെന്റ് ആണ് ജനറൽ റൂൾസ് ഉണ്ടാക്കുന്നത്. ലോ മേക്കിംഗ് ബോഡി ഇന്ത്യൻ പാർലമെന്റ് ആണ് കേട്ടോ. അപ്പൊ 1951 ആൾ ഇന്ത്യ ദിസ് സർവീസ് AIS. ഇനി AIS ഞാൻ പറയൂ, അതായത് ഓൾ ഇന്ത്യ സർവീസ്. CS പറഞ്ഞ സെൻട്രൽ സർവീസ്. Okay, now All India Service Act passed by virtue of powers confirmed under subsection 1 of section 3 of the Act. Okay, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പുതിയ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി. ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ആൾ ഇന്ത്യ സർവീസിനെ പറ്റി പല റൂൾസും അവരുണ്ടാക്കി. അങ്ങനെ പ്രസന്റ്ലി there are only 3 ആൾ ഇന്ത്യ സർവീസസ്. ശ്രദ്ധിക്കുക, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ആൾ ഇന്ത്യ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതേമാതിരി IPS പോലീസ് അറിയാലോ നിങ്ങൾക്ക്, IPS. ദെൻ വേറെ ഒന്നും കൂടി വരുന്നുണ്ട്, അത് ഞാൻ പറയാം. IFS ആണ്. IFS അത് അടുത്ത് തന്നെ വരുന്നുണ്ട്. IFS ആൾസോ എക്സിസ്റ്റിംഗ് ഇൻ ദ കൺട്രി. അതായത് ആൾ ഇന്ത്യ സർവീസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്റ്റേറ്റ് കേഡേഴ്സ്. അതായത് ഈ ആൾ ഇന്ത്യ സർവീസ് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, IAS, തമിഴ്നാട് കേഡർ, UT കേഡർ, ഉത്തർപ്രദേശ് കേഡർ, നാഗാലാൻഡ് കേഡർ, അങ്ങനെ അതായത് ഓരോരോ സ്റ്റേറ്റിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എത്ര IAS ഓഫീസർ ആവാം, എത്ര IPS ഓഫീസർ ആവാം, എത്ര DGP ആവാം, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സിവിൽ സർവീസിന്റെ കാര്യം സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും നമ്മുടെ ആക്ഷൻ എടുക്കാൻ IPSന്റെ IASന്റെ പേരിൽ ആക്ഷൻ എടുക്കുക, സസ്പെൻഡ് ചെയ്യാനോ ടെർമിനേറ്റ് ചെയ്യാനോ അധികാരമില്ല. ഇപ്പൊ കേരള കേഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കർണാടക കേഡർ ആയിക്കോട്ടെ, കർണാടക ചീഫ് മിനിസ്റ്റർ can only recommend to the UPSC or central government for taking action or suspension or whatever is there. പക്ഷെ അത് അവർ തീരുമാനിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ബൈൻഡിങ് അല്ല, അത് they will take their own way. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ട അയാളുടെ പേരിൽ എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷേ ഹീസ് വെരി ഹോണസ്റ്റ് പേഴ്സൺ, സപ്പോസ് ഇന്റഗ്രിറ്റി വളരെ നല്ല മനുഷ്യനാണ് വിചാരിക്കുക, ദാറ്റ് they will take a decision whether to do or not. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറി കേഡറുണ്ട്. അതായത് നമുക്ക് 9 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ചണ്ഡീഗഡ് നിങ്ങൾക്കറിയാലോ, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ഇതേമാതിരിയുള്ള മറ്റേ സോ മെനി അതർ യൂണിയൻ ടെറിട്ടറി. ഇപ്പോ നമ്മുടെ ജമ്മു കാശ്മീരിലെ ജമ്മു, മറ്റേ നിങ്ങൾക്കറിയാലോ ഇതൊക്കെ, അതും ലഡാക്ക്, ഇതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണ്. പണ്ട് സ്റ്റേറ്റ് ആയിരുന്നു. നമ്മുടെ ഒരൊറ്റ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിലുള്ളൂ. പണ്ട് 2 ഉണ്ടായിരുന്നു. അതായത് ജമ്മു കാശ്മീർ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതിപ്പോ മാറി ഇപ്പൊ ഇത് 2 UT ആയിട്ട് പരിഗണിച്ചു. അപ്പൊ ഇവിടെയൊക്കെ സെക്രട്ടറീസ് വേണം.
അതായത് സിവിൽ സർവീസിലത്തെ ആളുകൾ വേണം ഇവിടെയൊക്കെ. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റാണ് അലോട്ട് ചെയ്യുക. ഓരോരോ സ്റ്റേറ്റിന്റെയും പോപ്പുലേഷൻ അനുസരിച്ചും ഇതെല്ലാം ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റാണ് ഫിക്സ് ചെയ്യുന്ന കോട്ട, എത്ര IAS ആവാം. പക്ഷേ ഇനി ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, അതായത് നമ്മുടെ UPSC നമ്മുടെ സെലക്ഷൻ ടൈമില് എത്ര വേക്കൻസി ഓൾ ഇന്ത്യ ബേസിസിലുണ്ടോ അത്ര വേക്കൻസി ഫില്ലപ്പ് ചെയ്യൂ. സപ്പോസ് 638 വേക്കൻസി ഉണ്ടെങ്കിൽ 638 ആളെ സെലക്ട് ചെയ്യൂ. ഓർക്കണം, എക്സസ് എടുക്കില്ല. എത്ര പോസ്റ്റ് വേക്കന്റ് ഉണ്ട് ആ വേക്കൻസി ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മുടെ ഈ സപ്പോസ് IAS ആയിക്കോട്ടെ IPS ആയിക്കോട്ടെ അവര് ഫില്ല് ചെയ്യൂ. അടുത്ത ബാക്കി വേക്കൻസി വന്നെങ്കിൽ അടുത്ത പരീക്ഷ, മനസ്സിലായില്ലേ, അടുത്ത പരീക്ഷ ഫില്ലപ്പ് ചെയ്യും. അപ്പൊ എക്സസ് ആയിട്ട് നോ, കാരണം ദേ ആർ ബീങ് പെയ്ഡ് വെരി ഗുഡ് സാലറി ആൻഡ് അതർ അമ്യൂണിറ്റീസ്. ഓക്കെ, വളരെയധികം പെർക്വിസിറ്റും അതേമാതിരി സ്റ്റാറ്റസും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചല്ലാണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്ര, അതായത് ടോട്ടൽ നമ്പർ ഫിക്സ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് UPSC സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നൗ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഐ വോണ്ട് ടു കൺവേ ടു യു ഈസ് ദാറ്റ് ആൾ ഇന്ത്യ സർവീസസ് ഉണ്ടല്ലോ, ഇതെല്ലാം സെക്യൂരിറ്റി, അതായത് സെക്യൂർഡ് ജോബാണ്, പെൻഷനബിൾ ജോബാണത്. ഇവരെ ടെർമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനൊന്നും അത്ര പറ്റില്ല. ഒരാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് 1.5 കൊല്ലം 2 കൊല്ലം എടുക്കും. പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാം, പക്ഷെ അവിടെ ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുക, എൻക്വയറി നടത്തുമ്പോഴൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ പറ്റുന്നതല്ല നമ്മുടെ IAS IPS. കാരണം ലോട്ട് ഓഫ് പ്രൊസീജിയർ is they got model conduct rules and so many other things, civil service rules and other thing. Accordingly only government can take action, otherwise they can go to either court or administrative, central administrative tribunal. മനസ്സിലായോ? ഓക്കെ, നോ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരുടെ റാങ്ക് ഉണ്ടല്ലോ, റാങ്ക് സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക്, ടോട്ടൽ ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. അതും കൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ ഒരു IAS സിവിൽ സർവീസ് ഓർക്കണം, മെയിനോ പ്രിലിമിനറിയോ അല്ലെങ്കിൽ മെയിനോ പാസ്സായതിനു ശേഷം ഉടനടി IAS ഓഫീസർ ആവാൻ പറ്റില്ല. ദേ ടു അണ്ടർഗോ ട്രെയിനിങ് ഫോർ 6 months. ഡെറാഡൂണിലോ മെസോറിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അത് കമ്പൽസറി ആണ്, നിങ്ങളുടെ ഇതല്ല. അതായത് കമ്പൽസറി, അതായത് പാസ്സായാൽ മാത്രം പോരാ, യു ഹാവ് ടു അണ്ടർഗോ ദ ട്രെയിനിങ്. എന്താണ് അറിയോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സി, യു ഗോട്ട് സഫിഷ്യന്റ് നോളേജ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. But whatever knowledge you are having at present is not sufficient to meet the future challenges. ഭാവിയിൽ വരുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നിങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നോളജോ പോരാ. മനസ്സിലായോ? നോക്കൂ, IT നോക്കൂ, പണ്ട് അനലോഗ് ആയിരുന്നു, ഇപ്പൊ ഡിജിറ്റലാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഓരോ സ്ഥലത്തും, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, എല്ലാം വളരെ പുതിയ ന്യൂ കൺസെപ്റ്റ്സ് ആണ് വരുന്നത്. അപ്പോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഉടനടി IAS ആവാൻ പറ്റില്ല. യു ഹാവ് ടു അണ്ടർഗോ ട്രെയിനിങ് ഫോർ 6 months. അത് കഴിഞ്ഞ് ഭാരത് ദർശൻ, അതായത് എന്താ ഭാരത് ദർശൻ? യു ഷുഡ് നോ, ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി, വാട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ഷുഡ് നോ വാട്ട് ഇന്ത്യ ഈസ്. ഇന്ത്യക്ക് വളരെ പ്രത്യേകതയുണ്ട്, ഇതേമാതിരിയുള്ള രാജ്യങ്ങൾ വേറെ ലോകത്തിൽ കൂടുതലില്ല. അതായത് ഡൈവേഴ്സിറ്റി, സോ മെനി സ്റ്റേറ്റ്, പറഞ്ഞാൽ എത്ര റിലീജിയനാണ്, എത്ര കാസ്റ്റാണ്, ഏകദേശം 7 റിലീജിയനിറ്റി ഉണ്ട്. കാസ്റ്റ് ഞാൻ ആൾറെഡി പറഞ്ഞു, സോ മെനി റിലീജിയൻ, സോ മെനി ലാംഗ്വേജ്, അതെല്ലാം ഞാൻ ഡാറ്റ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. എത്ര ഇതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്? 22 മനസ്സിലായില്ലേ? അതേമാതിരി 28 സ്റ്റേറ്റ്സ് ആൻഡ് 9 യൂണിയൻ ടെറിട്ടറീസ്. ഇതൊക്കെയാണ് ആസ് ഓൺ ഡേറ്റ് ഇന്നത്തെ പൊസിഷൻ. നാളെ ചിലപ്പോൾ മാറും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പൊസിഷൻ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, IAS ഓഫീസർ ഇതിനൊക്കെ ആദ്യം അവർ ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ആൾ ഇന്ത്യ ലെവലില് അവർ ടൂർ ചെയ്യും. അതിന്റെ പ്രധാന കാരണം ഡിഫറെന്റ് കൾച്ചർ, ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ ലാംഗ്വേജസ്, ഓരോരുത്തരുടെ ജീവിത രീതി, ഭക്ഷണം, രീതി, അതേമാതിരി എല്ലാം കണ്ടുപഠിക്കാൻ, ജിയോഗ്രാഫിക്കൽ ഇത്, അതായത് നമ്മുടെ ചിലയിടത്ത് പ്ലെയിൻ, ചിലയിടത്ത് ഉത്തരാഖണ്ഡിനുമായിട്ടുള്ള, ചിലയിടത്ത് ഹിൽ സൈഡ്, നീലഗിരി, നമ്മുടെ മറ്റുള്ള സൈഡിലൊക്കെ അതേമാതിരി പല സ്ഥലങ്ങളിലും, അപ്പോൾ ഡാർജിലിംഗ്, അത് എങ്ങനെ ആളുകൾ ജീവിക്കണമെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇത് ആൾ ഇന്ത്യ സർവീസാണ്. അപ്പൊ അതുകൊണ്ട് നാളെ നിങ്ങൾ അങ്ങോട്ട് ചില സമയത്ത് സെൻട്രൽ ഡെപ്യൂട്ടേഷൻ, പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്റ്റേറ്റിലേക്ക് അലോട്ട് ചെയ്താലും ശരി, സെൻട്രൽ ഗവൺമെന്റില് 2-3 years നിങ്ങൾ സെർവ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്, പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതും കൂടി ഉണ്ട്. അപ്പൊ ഓരോരോ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ അലോട്ട് ചെയ്യും. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റാണ് തീരുമാനിക്കുക. പിന്നെ അപ്പൊ ചുരുക്കത്തില്
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊബേഷണറി ഓഫീസറായിട്ടാണ് ആദ്യം ചേരുക. പ്രൊബേഷണറി ഓഫീസേഴ്സ് 2 കൊല്ലം പ്രൊബേഷണറി ഓഫീസേഴ്സ്, അസിസ്റ്റന്റ് കലക്ടർ. IPS ആണെന്ന് വെച്ചാൽ അത് ഞാൻ പ്രത്യേകം IPS വരുമ്പോൾ പറയാം. അസിസ്റ്റന്റ് കലക്ടർ പ്രൊബേഷൻ കഴിയണം, അസിസ്റ്റന്റ് കലക്ടറുടെ പോസ്റ്റ് ആയിരിക്കും അത്. എന്നിട്ട് സക്സസ്ഫുള്ളി യു ഹാവ് ടു കംപ്ലീറ്റ് ദി പ്രൊബേഷൻ പീരീഡ്. കണ്ടോ എത്ര റിഗറസ് ആണെന്ന് വിചാരിക്കുക. കാഷ്വൽ ആയിട്ട് എടുക്കരുത്. പാസ്സായി എന്ന് വെച്ചാൽ പ്രൊബേഷൻ സക്സസ്ഫുൾ ആയിരിക്കണം. സക്സസ്ഫുള്ളി യു ടു കംപ്ലീറ്റ് യുനോ. അതായത് വളരെ സാറ്റിസ്ഫാക്ടറി നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ അങ്ങനെ 2 കൊല്ലം നിങ്ങൾ പ്രൊബേഷണറി ഓഫീസറായി ഇതായാൽ നിങ്ങൾക്ക് വേറെ കിട്ടും. മനസ്സിലായില്ലേ? ഡെപ്യൂട്ടി കലക്ടറോ മറ്റേ കലക്ടർ അങ്ങനെ ചെറിയ ചെറിയ വേറെ ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണ്ടേ, 13 കൊല്ലം റെഗുലർ സർവീസ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈവൻ സ്പെഷ്യൽ സെക്രട്ടറി വരെ with 13 years of regular service, he or she can be promoted to the post of special secretary. Next promotion after 16 years of regular service, commissioner കം സെക്രട്ടറി, ആണ്. പിന്നെ 24 കൊല്ലം റെഗുലർ സർവീസ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സർവീസ് ബാധകമല്ല. റെഗുലർ ചിലർ ഫോറിനും പോകും, കുറെ 5 കൊല്ലം 10 കൊല്ലമൊക്കെ ലീവ് എടുത്തിട്ട്. റെഗുലർ സർവീസ് 24 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടോ നോർത്തിൽ ഫൈനാൻഷ്യൽ കമ്മീഷണർ ആയിട്ടാണ് പറയുന്നത്, അതിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എവറി സ്റ്റേറ്റ് ഹാസ് ഗോട്ട് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി. അതേമാതിരി ഇവരൊക്കെ ടോപ്പ് മോസ്റ്റ് സിവിൽ സർവൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് ഇവരെ അസിസ്റ്റ് ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറീസ് ഉണ്ട്, ഡിസ്ട്രിക്ട് കലക്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒരു ജില്ലയുടെ ഭരണാധികാരി ഏറ്റവും വലിയ ആള് നമ്മുടെ ഡിസ്ട്രിക്ട് കലക്ടറാണ്. പക്ഷെ ഇവിടെ ഒരു പോയിന്റും കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ചില നോർത്തേൺ സ്റ്റേറ്റില് അവിടെ ഡിവിഷണൽ കമ്മീഷണേഴ്സ് ഉണ്ട്. അതെന്താ അറിയോ? ഡിവിഷണൽ കമ്മീഷണർ ഇതൊന്നും ബുക്കിലില്ല കേട്ടോ. അതായത് നമ്മളെ ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു കലക്ടർ അല്ലേ, അവിടെ 3-4 ഡിസ്ട്രിക്റ്റിനെ ഒരു സോണായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷനായിട്ട് കണക്കാക്കും. ആ ഡിവിഷന് ഒരു ഡിവിഷണൽ കമ്മീഷണർ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കലക്ടർമാരെ അയാൾക്ക് റിപ്പോർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം കൂടി പല സ്റ്റേറ്റിലെ, ഈ പഞ്ചാബ്, ഹരിയാന ഒക്കെ ഡിവിഷണൽ കമ്മീഷണേഴ്സ് ഉണ്ട്. കലക്ടറെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് അവിടെ പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി IPS, വൺ ഓഫ് ദ ആൾ ഇന്ത്യ അഗെയിൻ സർവീസ് ആണ് ഇത്. അക്കൗണ്ടബിൾ ഫോർ പബ്ലിക് സേഫ്റ്റി, ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ദ ലോ ആൻഡ് ഓർഡർ ഓഫ് ദ കൺട്രി. മനസ്സിലായില്ലേ? IPS വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരിതാണ്. അവർക്കും അതെ വളരെയധികം ട്രെയിനിങ് ഉണ്ട്. 5 months എവിടെയാണ് അറിയോ? നമ്മുടെ വല്ലഭായ് പട്ടേൽ സിംഗ് ഹൈദരാബാദ് നാഷണൽ അക്കാഡമിന്റെ അവിടെ കംപ്ലീറ്റ് IPSന്റെ അതില് പിന്നെ റിഗറസ് ട്രെയിനിങ് ആണ്. എങ്ങനെയാണ് വെപ്പൺസ് യൂസ് ചെയ്യുക, ചാട്ടം, ഓട്ടം, ഇതെല്ലാം ഉണ്ട്. കംപ്ലീറ്റ് വളരെ മെന്റലി ഫിസിക്കലി യു ഷുഡ് ബി വെരി പക്ക. ഓക്കെ, ദെൻ റാങ്ക്സ് ഇൻ IPS. ASP നിങ്ങളെ സക്സസ്ഫുള്ളി നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ ആദ്യം പ്രൊബേഷനിലായിരിക്കും 2 കൊല്ലം, അതായത് പണ്ട് IASന്മാര്. അപ്പോൾ ASP റാങ്ക് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുടെ ബുക്കിലുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. ASP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞാൽ SP ആവാം, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. SP ഈസ് ഈക്വൽ ടു ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു സിറ്റിയിൽ. ഇപ്പോൾ ബോംബെ സിറ്റി അല്ലെങ്കിൽ വേറെ അവിടെ ഓഫ് കോഴ്സ് കമ്മീഷണറാണ് ബോംബെയിലെ. ഉണ്ട് ഇവിടെ മറ്റുള്ള ചെറിയ ചെറിയ സിറ്റിയിലൊക്കെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും, വലിയ വലിയ സിറ്റിയിലൊക്കെ കമ്മീഷണർ ആയിരിക്കും കേട്ടോ. അപ്പോ SP അവരുടെ റാങ്കും ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കും ഒന്നാണ്. പിന്നെ ജൂനിയർ അഡ്മിനിസ്ട്രേഷൻ ഗ്രേഡ് ആഫ്റ്റർ 9 years, അത് വേറെ ക്ലറിക്കൽ ഇതിൻ്റെയാണ്. 14 കൊല്ലം IPS ആണെന്നെങ്കിൽ സർവീസ് ഉണ്ട്, റെഗുലർ സർവീസ് ഉണ്ടെങ്കിൽ DIG ആവാം. അത് കഴിഞ്ഞിട്ട് 18 കൊല്ലം കഴിഞ്ഞാൽ സർവീസ് ഉണ്ടെങ്കിൽ IG ആവാം. പക്ഷെ ഒരു കാര്യം, അത് നിർബന്ധമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടും നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും കേട്ടോ. അല്ലാണ്ട് 18 കൊല്ലം 16 കൊല്ലം എന്റെ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോരുത്. റൈറ്റ് അല്ല, ദാറ്റ് ഈസ് വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് മുഴുവൻ അസസ് ചെയ്യും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് 25 കൊല്ലം IPS ആണ് എന്നുണ്ടെങ്കിൽ ADGP.
അത് കഴിഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞ DGP. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും എത്ര DGP സ്റ്റേറ്റിന് വേണമെന്ന്. അതായത് അല്ലാണ്ട് കണ്ടമാന 1 DGP റിപ്പോർട്ടിംഗ് ടു അനദർ DGP, അത് അപകടകരമാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ വളരെ വളരെ തുച്ഛം 1 2 അല്ലെങ്കിൽ 3, depending upon the size of the state, the central government will decide the quantum number of DGPs allowed in each and every state. Okay, then upper DGP. ഇനി അടുത്ത ആൾ ഇന്ത്യ സർവീസ് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആൾ ഇന്ത്യ സർവീസ് ആണത്. ഇതില് 1966 ഇത് സെറ്റപ്പ് ചെയ്ത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഞാൻ ഫോറിൻ സർവീസിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഫോറസ്റ്റ് സർവീസ്. അപ്പോ ഇത് 1966 എസ്റ്റാബ്ലിഷ് ചെയ്ത് ടു സേഫ് ഗാർഡ്, പ്രിസർവേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ, മരങ്ങള്, അതേമാതിരി നമ്മുടെ ഫോറസ്റ്റ് അത്യാവശ്യമാണ് മഴയ്ക്ക്. മഴയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. അപ്പൊ അതുകൊണ്ട് അഫോറസ്റ്റേഷനാണ് വേണ്ട, കാട് വെട്ടി തെളിക്കല് അങ്ങനെയല്ല വേണ്ട. അപ്പൊ മഴയുണ്ടായാലും ഒന്നുമില്ല, ലാൻഡ് സ്ലൈഡ് ഇതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോ അത് ആൾ ഇന്ത്യ സർവീസിലാണ് ടു റെസ്റ്റോറേഷൻ ഓഫ് ഫോറസ്റ്റ് സർവീസസ്. അതെ. ഇനി ഇതിന്റെ റാങ്ക്, ഇതിലുള്ളവർ ആദ്യം പ്രൊബേഷണറി ഓഫീസർ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഇതുണ്ടാവും ചില സമയത്ത് എത്ര 1 കൊല്ലം 2 കൊല്ലം. അത് കഴിഞ്ഞ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ DFO. അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി ഇതിനൊക്കെ ഓരോ സർവീസ് പീരീഡ് ഉണ്ട്. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, പിന്നെ അതുണ്ട്. പിന്നെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്, അഡീഷണൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അത് പറയാൻ മുമ്പേ ഇതെല്ലാം വരുന്നത് ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് സർവീസ് മാനേജ്ഡ് ബൈ ഡയറക്ടറേറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, വിച്ച് ഈസ് ഇൻ ചാർജ് ഓഫ് മേക്കിംഗ് റൂൾസ് പെർട്ടൈനിങ് ടു their personal matters. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ വരുന്നതാണ്. ഇനി നമ്മുടെ ഫോറസ്റ്റ് സർവീസിൽ വരുന്ന ചില ഇതും കൂടി ഞാൻ പറയട്ടെ. ഫോറസ്റ്റ് സർവീസിലെ IFS കൺഫ്യൂസ് ചെയ്യരുത്. ഫോറിൻ സർവീസ് അല്ല ഞാൻ പറയുന്നത്, ഫോറസ്റ്റ് സർവീസ് ആണ്. നോക്കൂ, ഫോറസ്റ്റ് സർവീസിൽ വരുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദി കൺകറന്റ് ലിസ്റ്റില് സാർക്ക് ഫോറസ്റ്ററി സെന്റർ, പിന്നെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി, ഡയറക്ടറേറ്റ് ഓഫ് ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്, പിന്നെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടെയിൻ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, നൗ യെസ്. അടുത്തത് സെൻട്രൽ സിവിൽ സർവീസ്. അപ്പൊ ഞാൻ IFS പറഞ്ഞു, IPS പറഞ്ഞു, IAS പറഞ്ഞു. ഇനി സെൻട്രൽ സിവിൽ സർവീസ് നോക്കൂ. ഇന്ത്യൻ IRS, ഒന്ന് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് സെൻട്രൽ സർവീസിൽ വരുന്നത്. പിന്നെ IRS വരുന്നുണ്ട്, ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സർവീസ് വരുന്നുണ്ട്, പിന്നെ ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട്സ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട്സ്, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, ഇന്ത്യൻ ട്രേഡ് ഡിവിഷൻ. ദെൻ അങ്ങനെയുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റില് ചില ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസ് 1 ഓഫീസറെ, ക്ലാസ് 2 ഓഫീസറെ, ക്ലാസ് 3, ക്ലാസ് 4 അവരുടെ കാറ്റഗറി ഉണ്ട്. ഈ ക്ലാസ് 1 പറയുമ്പോൾ ഓഫീസേഴ്സ്, ആർമഡ് ഫോഴ്സസ്, മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ, സയന്റിസ്റ്റ്, ഗവൺമെന്റ് എയ്ഡഡ് റിസർച്ച് ഓർഗനൈസേഷന്റെ, പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, വൈസ് ചാൻസലേഴ്സ്, അസിസ്റ്റന്റ് രജിസ്ട്രേഴ്സ്, പ്രിൻസിപ്പൽമാര്, ഫാക്കൽറ്റി മെമ്പർമാര്, ഇവരൊക്കെ ഫാക്കൽറ്റി പറഞ്ഞാൽ IIM IIT ഒക്കെ ഇല്ലേ അവരുടെ. അപ്പോ അതേമാതിരി ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മുടെ ക്ലാസ് 1 പെടും. ഞാൻ ചിലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, ബുക്ക് നോക്കൂ കേട്ടോ. ചിലത് മാത്രം നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അടുത്തത് ക്ലാസ് 2, അതായത് ഗ്രൂപ്പ് B ആണത്, മറ്റേത് ഗ്രൂപ്പ് E ആണ്. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് നോൺ ഗസറ്റഡ് ആണ്. നോൺ ഗസറ്റഡ് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സീനിയർ ഫാർമസിസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ, GST ഇൻസ്പെക്ടർ, മനസ്സിലായോ? അതേമാതിരി ക്ലാസ് 3
ക്ലാസ് 3 പറയുമ്പോൾ നോക്കൂ, ടാക്സ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫേഴ്സ് അതിലുണ്ട്. നോക്കൂ, ലോവർ ലെവൽ ഹയർ ലെവലൊക്കെ ഉണ്ടല്ലോ, UDC LDC ഒക്കെ ഉണ്ടല്ലോ, പല കാര്യം LDC UDC അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി സ്റ്റെനോഗ്രാഫറിലുണ്ട് പ്രിൻസിപ്പൽ സ്റ്റെനോഗ്രാഫർ, സീനിയർ സ്റ്റെനോഗ്രാഫർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെയുണ്ട് പല പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്രട്ടറി കേട്ടോ. ഇതൊക്കെ അല്ലാണ്ട് അത് IAS അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ക്ലാസ് 3 വരും. ഞാൻ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ക്ലാസ് 4, ലാസ്റ്റ് 4 ക്ലാസ്, അതായത് സെക്യൂരിറ്റി ഗാർഡ്, ലോവർ സ്റ്റാഫ് ഗ്രേഡ് ആണത്. സെക്യൂരിറ്റി ഗാർഡ്, സ്വീപ്പർ, ഡ്രൈവർ, ലബോറട്ടറി അറ്റൻഡന്റ്, ഇതെല്ലാം ക്ലാസ് 4ലാണ് വരുന്നത്. ഇത് ചെറിയ കുറച്ച് ഉദാഹരണങ്ങളാണ്, ഡീറ്റെയിൽസ് നിങ്ങൾ ബുക്ക് നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിക്രൂട്ട്മെന്റ് ടു സെൻട്രൽ സർവീസ് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2, ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് UPSCക്ക് മാത്രമേ കണ്ടക്ട് ചെയ്യാൻ പാടൂ. UPSCക്കാണ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, യെസ്. അപ്പോ സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ, അപ്പൊ ഇത് ഏകദേശം ഈ നമ്മുടെ സിവിൽ സർവീസ് എന്ന് സെൻട്രൽ സർവീസ് പറയുന്നത്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ സ്പിരിറ്റ് ദാറ്റ് ഇസ് എസെൻഷ്യൽ ടു ദ സക്സസ് ഓഫ് മോഡേൺ ഡെമോക്രസി. Public officials who devote their lives to the service of the community. പബ്ലിക് സർവന്റ് പറഞ്ഞാൽ സൊസൈറ്റിക്ക് സർവീസ് റെൻഡർ ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് നമ്മളെ ശ്രദ്ധിക്കണം. ഇനി സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, ഹെർമൻ ഫോമർ ഹു വ്യൂഡ് സിവിൽ സർവീസ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആസ് എ ബോഡി ഓഫ് ഒഫീഷ്യൽസ്, പെർമനന്റ്, പെയ്ഡ് ആൻഡ് സ്കിൽഡ്. ഇവര് പെർമനന്റ് എംപ്ലോയീസ് ആണ്. ഈ സിവിൽ സർവീസിലുള്ള ആളുകളെല്ലാം പെർമനന്റ് എംപ്ലോയീസ് ആണ് കേട്ടോ. അതായത് അവരുടെ എല്ലാം 60 വയസ്സ് അങ്ങനെയൊക്കെയുള്ള, ചിലത് 62 വയസ്സ് വരെ, സയന്റിസ്റ്റ് 62, 65 വരെ, പ്രൊഫസേഴ്സ് 65 വരെ, അങ്ങനെയൊക്കെ ഓരോരോ പോസ്റ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ ദ ഫംഗ്ഷൻ ഓഫ് ദ സിവിൽ സർവീസ് നോട്ട് ഓൺലി ജസ്റ്റ് സ്നേപ്പിംഗ് ദ ഗവൺമെന്റ്, അതായത് സിവിൽ സർവീസിന്റെ ഡ്യൂട്ടി എന്താ? ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കുക. അതേമാതിരി അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ വളരെ കോമ്പിറ്റൻസ് ഇല്ലാണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വളരെ സ്കില്ല് വേണമല്ലോ. അതിന് അവിടെ നമ്മുടെ റെക്കമെൻഡേഷൻ ഒന്നും പറ്റില്ല, നമ്മൾ തന്നെ ചെയ്യണ്ടേ ഈ കാര്യങ്ങൾ. ഒരു സെക്രട്ടറിയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ഒരു സെക്രട്ടറി പദത്തിൽ ഇരുന്ന് അവന് ജോലി ചെയ്യാൻ പറ്റുമോ? അവരിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റേണ്ടതൊക്കെ. ഇന്ററാക്ട് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓൾസോ. മൊറൈൽ ഹൈ ആയിരിക്കണം, അവരുടെ സാലറി ഇതെല്ലാം വളരെ നല്ലതായിരിക്കണം. ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പെൻഷൻ ഉണ്ട്, അതർ ബെനിഫിറ്റ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ, കാർ ട്രാൻസ്പോർട്ടേഷൻ, അതെല്ലാം അവർക്കുണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, പിന്നെ നമുക്ക് പഠിക്കണം വെച്ചാൽ നമുക്ക് പിന്നെ എഡ്യൂക്കേഷൻ അലവൻസ്, ഇങ്ങനെ പല 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 അലവൻസും ഗവൺമെന്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാ കൊടുക്കുന്നത്? ഫോർ ഗുഡ് ഗവേണൻസ് ആൻഡ് എസെൻഷ്യൽ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് ഓൾ. എല്ലാവരുടെ കരിയർ ബിൽഡിങ്ങിനും നല്ല ഹാപ്പി വർക്കർ ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ. അപ്പോൾ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൾ ഇന്ത്യ സർവീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ IPSന്റെ കാര്യം ഒന്ന് ഞാൻ പറയട്ടെ. IPS ഈ എവിടെ? ഓക്കെ, അല്ല സോറി, അതിനു മുമ്പേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഓൾ ഇന്ത്യ സർവീസസ്, IAS, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എംപവേഴ്സ് ആൾ ഇന്ത്യ സർവീസ്, നെസസറി റെഗുലേറ്റ് റിക്രൂട്ട്മെന്റ് സർവീസ്, അതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ് ഞാൻ വരുന്ന ഇന്ത്യൻ പോലീസ് സർവീസ്. ഇന്ത്യൻ പോലീസ് സർവീസ് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യൻ പോലീസ് സർവീസിന് വേറൊരു ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് ദേ വർക്ക് ഇൻ ഗവൺമെന്റ് ഏജൻസീസ് ലൈക്ക് ഇന്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ IPS ആണ്. ദെൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ONGC, അവിടെയൊക്കെ സെക്യൂരിറ്റി ഇന്റലിജൻസ് എല്ലാം IPS ആണ്. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് സ്റ്റേറ്റ് സെക്രട്ടറിയിലെ IPS ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ സെൻട്രൽ ഗവൺമെന്റിലുണ്ട് IPS, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുണ്ട് IPS, CRPF ഉണ്ട്, CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലുണ്ട്, UNO അവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവർ IPSനെ പല കാര്യങ്ങൾക്കായിട്ട് ലോ ആൻഡ് ഓർഡറിന്റെ പല ഇന്റർനാഷണൽ ഇഷ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ഡെപ്യൂട്ടി ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മുടെ IPS ഓഫീസ് ഇന്റർപോൾ, അതായത് അറിയാലോ ലോകത്തിലെ ആകമാനം നമ്മുടെ എന്തെങ്കിലും കേസ് നമ്മുടെ മറ്റുള്ള കൺട്രികളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ടില്ലേ ഇപ്പൊ പലരും ഇവിടുന്ന് ചാടിപ്പോയി
കിങ് ഫിഷർ, മറ്റേ മല്ലയ്യ, അതേമാതിരിയുള്ള ആളുകളെ ഇവിടുത്തെ കളവ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ത്രൂ ഇന്റർപോൾ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അതേമാതിരി അത് വി ആർ ഹാവിംഗ് ലോട്ട് ഓഫ് അഗ്രിമെന്റ്സ് വിത്ത് വേരിയസ് കൺട്രീസ്. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ എല്ലായിടത്തും ഒരേമാതിരി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അസോസിയേഷൻ. ഓക്കെ, പിന്നെ ഇന്റർപോള്, പിന്നെ അംബാസഡറിലും ഉണ്ട് ചിലപ്പോൾ IPS, അംബാസഡർമാരിലും ഉണ്ട് IPS. അപ്പൊ അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി IASന്റെ ഒന്നും കൂടി ഞാൻ പറയണ്ടേ, അവര് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ നോക്കണം, കലക്ടർ. അടുത്ത് കളക്ഷൻ ഓഫ് റവന്യൂ, കലക്ടർ. അത് കഴിഞ്ഞ് റെഗുലേഷൻ ഓഫ് ട്രേഡ്, കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇതും IASന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് വെൽഫെയർ ആക്ട് IASന്റെ ഡ്യൂട്ടിയാണ്. ഓരോരോ ഡിസ്ട്രിക്റ്റിലും അതും ഒക്കെ, അല്ലെങ്കിൽ വേറെ നമ്മുടെ സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, എല്ലാം IAS ഓഫീസേഴ്സ് ആണ്, അവരുടെ ഡ്യൂട്ടിയാണ് അതെല്ലാം പോളിസി ഉണ്ടാക്കേണ്ടത്. പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ വർക്ക്, അതും അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോ പോലീസ് സർവീസ് പറഞ്ഞു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പറഞ്ഞു, സെൻട്രൽ സിവിൽ സർവീസ് പറഞ്ഞു. ഓക്കെ, നൗ നെക്സ്റ്റ്, the main consideration for having all India service were to provide merit and talent oriented administrative personnel to the central government. നോക്കൂ, വളരെയധികം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും നല്ല വിധത്തിലുള്ള ആൾ ഇന്ത്യ സർവീസ് നമ്മുടെ IPS ആയിക്കോട്ടെ IAS പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും കഴിവുള്ള ആളുകളാണ് ഇവരെല്ലാവരും. മറ്റുള്ളവർ കഴിവില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഇതേ ആർ പ്രൊഫഷണലി ഹൈലി കോമ്പറ്റന്റ്. See, normal person cannot pass civil service, Normal person means, you have to work hard. You have to read various books and, updating your, current knowledge, world scenario, എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, അങ്ങനത്തെ മാത്രമല്ല, IASലായാലും IPSലായാലും ശരി, നിങ്ങൾ when you are serving, you will be sent even after, periodically for advanced courses, training also, refresher course also. അതായത് ഇപ്പോഴത്തെ നോളജ് അത് കഴിഞ്ഞാൽ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അപ് ടു ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വേരിയസ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഉണ്ട്, പല ഇതിലുണ്ട്, അവിടേക്കൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു, കാരണം പുതിയ നോളജിന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് ലൈസൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. IAS നിങ്ങൾക്ക് അറിയാലോ, സ്റ്റേറ്റും സെന്ററും കൂടി ലൈസൻസ്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സ്റ്റേറ്റിലുള്ള IAS ഓഫീസർ 3 കൊല്ലെങ്കിലും സെന്ററിൽ വേണം. പിന്നെ വേറൊന്ന്, എൻഷുർ ദാറ്റ് സർവീസസ് ആർ ഫ്രീ ഫ്രം കമ്മ്യൂണൽ ഓർ ഒരു വിധത്തിലുള്ള രാഷ്ട്രീയോ കമ്മ്യൂണിറ്റിയോ കാസ്റ്റോ റിലീജിയനോ കാണിക്കാൻ പാടില്ല. IAS IPS അത് സെൻട്രൽ സർവീസാണ്, ആൾ ഇന്ത്യ സർവീസാണ്. അവിടെ ഒരു വിധത്തിലുള്ള മതവും കാസ്റ്റോ ക്രീഡോ യാതൊന്നും പാടില്ല. യൂണിഫോമിറ്റി, സ്റ്റാൻഡേർഡ് അഡ്മിനിസ്ട്രേഷൻ യൂണിഫോമിറ്റി വേണം. പിന്നെ സെൻസ് ഓഫ് സെക്യൂരിറ്റി വേണം ഇൻ ദ സർവീസസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ ഇന്ത്യ സർവീസ് പ്രൊവൈഡ് എ വൈറ്റൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. പറഞ്ഞല്ലോ, സെൻട്രൽ സ്റ്റേറ്റ് നമ്മുടെ ചാനൽ, അതായത് ഒരു സെക്രട്ടറി മറ്റേ സെക്രട്ടറി, ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി നമ്മുടെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ അയക്കണം. അതൊക്കെയുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അതർ തിങ്. സോ ആൻഡ് ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, institution is the only medium with help to federal spirit of Indian constitution. അപ്പൊ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ ആണല്ലോ, അതായത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതില് നമ്മുടെ ആൾ ഇന്ത്യ സർവീസ് വളരെ വലിയ വൈറ്റൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. ദിസ് യൂണിറ്റ് ഈസ് ഓവർ. നെക്സ്റ്റ് യൂണിറ്റ് 9, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൺസെപ്റ്റ് അതെന്താണ്? അടുത്ത യൂണിറ്റ് ആണത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി, ഡിസ്ട്രിക്ട് കോടതി, ഇതൊക്കെ നിങ്ങൾ ഇന്നലെ പറയില്ലേ പലതും. ഇത് കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. ചില കാര്യങ്ങളെ, ചില ഇതൊക്കെ നമ്മൾ വെറുതെ കോടതിയിൽ പോവാതെ തന്നെ, എല്ലാം കോടതിയിൽ ലക്ഷക്കണക്കിലുള്ള കേസാണ് നമ്മുടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ഓരോരോ ഹൈക്കോടതിയിലും ഇത്ര ജഡ്ജസ് പാടൂ എന്നുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ സുപ്രീം കോടതിയിൽ തന്നെ 30+1 ആണ്, അതായത് 1 ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ കേസ് ലക്ഷക്കണക്കിലുള്ള കേസാണ് കെട്ടിക്കിടക്കുന്നത്. നമ്മൾ അതിന്റെ സബോർഡിനേറ്റ് ഹൈക്കോടതി ഉണ്ട്, ഡിസ്ട്രിക്ട് കോടതി ഉണ്ട്, മുനിസിപ്പൽ കോടതി ഉണ്ട്, സെഷൻസിനോ അതിർത്ത് എല്ലാ ഇതിലും ഉണ്ട്. അതുമാതിരി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഉണ്ട് പലതും. അപ്പൊ ഇതെന്താ അറിയുക, ചില ഇപ്പൊ ഈസി നിങ്ങൾക്കറിയാം, കോടതിയിൽ പോകുമ്പോൾ വെച്ചാൽ കുറെ ടൈം എടുക്കും ചിലപ്പോൾ. അപ്പൊ ചില സമയത്ത് ആരെങ്കിലും സാലറിയുടെ പ്രശ്നം, പ്രൊമോഷന്റെ ട്രാൻസ്ഫറിന്റെ പ്രശ്നം, അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ അതേമാതിരിയുള്ള ട്രിബ്യൂണൽസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി യൂണിറ്റ് 9 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സീറ്റ് ഓഫ് എ ജഡ്ജ്
seat of a judge and authorities outside the ordinary court system. കോടതിയുടെ പുറത്ത് ആണ് ഇത്. കോടതിയുടെ ഉള്ളിലല്ല അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, വേറെയാണ്. ഓക്കെ, സോ under the Constitution of India, the terms court and tribunal have been used to mean two different institutions of judicial. രണ്ടും രണ്ട് വിധമാണ്. രണ്ടും ജനങ്ങളെ സേവിക്കാനാണ്. പക്ഷെ ഒന്ന് കോടതിയുടെ ഉള്ളില്, ഒന്ന് കോടതിയുടെ പുറത്ത്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വേറെ ഒരു ഇതും കൂടിയുണ്ട്. ഗവൺമെന്റ് ടു സെറ്റപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിത്ത് ജുഡീഷ്യൽ ഫങ്ഷൻ. അവർ പറയുന്നത് അന്തിമമാണ് ചില കാര്യങ്ങൾ. ഇപ്പൊ റെയിൽവേ ട്രിബ്യൂണൽ, ഇൻകം ടാക്സ് ട്രിബ്യൂണൽ, പിന്നെ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. കാരണം അവിടെ എക്സ്പേർട്സ് ആണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? IRS അതേമാതിരി വലിയ വലിയ എക്സ്പേർട്സ് ആണ് ഇരിക്കുന്നത്. അതിന്റെ അതോറിറ്റീസ് ആണ്. അവരൊരു ഡിസിഷൻ എടുത്താൽ അത് വേറെ കോടതി പോയിട്ടുണ്ടെങ്കിൽ കോടതി പോയി അവർ ജഡ്ജിന് ഇതിനെ പറ്റിയിട്ട് അറിയും. ചില കാര്യങ്ങൾ ടാക്സ് മാറ്റേറ്റ് ചിലപ്പോൾ അറിയുന്നില്ലല്ലോ. അപ്പൊ അതാത് കഴിവുള്ളവരാണ് ഈ ട്രിബ്യൂണലിൽ വരുന്നത്. അപ്പൊ അത് ഫൈനലാണ്. ഇപ്പൊ റെയിൽവേയുടെ ക്ലെയിം ഉണ്ട് വിചാരിക്കുക, എന്തെങ്കിലും നമ്മുടെ സാധനം കളവ് പോയി, അല്ലെങ്കിൽ അത് റെയിൽവേ ട്രിബ്യൂണലിൽ പോകും പല കാര്യങ്ങളും കേസൊക്കെ. അപ്പൊ അവരൊരു തീരുമാനം എടുത്തത് ഫൈനലാണ്. പിന്നെ കോടതിയിൽ പോയിട്ട് അവിടെ അങ്ങനെ കിടന്ന് കളിക്കാന്ന് മാത്രമേ ഉള്ളൂ. കോടതി വേറൊരു തീരുമാനമൊന്നും എടുക്കുന്നത് വളരെ ദുർലഭമാണ്. അതേമാതിരി നമ്മുടെ ലേബർ ഉണ്ട് ട്രിബ്യൂണൽ. ലേബർ ട്രിബ്യൂണൽ എന്താണ്? അവരെടുത്ത ഡിസിഷൻ തന്നെ കോടതി അങ്ങോട്ട് റാറ്റിഫൈ ചെയ്യും. വളരെ 1% വ്യത്യാസം വരും. അപ്പൊ ട്രിബ്യൂണൽ പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഫോർ സോൾവിംഗ് ദി ഇഷ്യൂ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. അത് നിങ്ങൾക്ക് വിശദീകരിക്കാം. മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആൻഡ് സേഫ് ഗാർഡ്സ്, അത് ഞാൻ പറയാം. പിന്നെ അടുത്തത് എന്താണ് ട്രിബ്യൂണലിന്റെ? ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതെന്താ പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ പറഞ്ഞുതരാം. എക്സാമിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ് പറഞ്ഞുതരാം. ഹൈലൈറ്റ് ദ സേഫ് ഗാർഡ്, അതും പറഞ്ഞു തരാം. ഓക്കെ, അത് വരുന്നുണ്ട്. ടുഡേ വി ഫൈൻഡ്, ഇവിടെ പറയാനുള്ളത് എന്താ അഡ്ജുഡിക്കേഷൻ, അഡ്ജുഡിക്കേറ്ററി. അതായത് അഡ്ജുഡിക്കേഷൻ ഈസ് ദ ലീഗൽ പ്രോസസ് ബൈ വിച്ച് എൻ ആർബിട്രേറ്റർ, അതായത് മൂന്നാമതൊരാള്, നമുക്ക് നോക്കൂ, യൂണിയൻ, എംപ്ലോയി, അവർക്ക് രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ല ശരിയാ. അപ്പൊ വേറെ ഒരു എക്സ്പെർട്ടിനെ വിളിച്ചിട്ട് അയാളുടെ ഇൻഫ്ലുവൻസോട് കൂടി രണ്ടുപേർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അങ്ങനെ അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ആർബിട്രേറ്റർ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ആർബിട്രേറ്റർ ഈസ് ദ ലീഗൽ പ്രോസസ് ബൈ അഡ്ജുഡിക്കേഷൻ ഈസ് ദ ലീഗൽ പ്രോസസ് ബൈ വിച്ച് എൻ ആർബിട്രേറ്റർ, അയാളൊരു ജഡ്ജിന്റെ ഒരു ഈക്വൽ ആണ് ചില സമയത്ത്, റിവ്യൂസ് എവിഡൻസ് ആൻഡ് the augmentation, okay, arguments also, okay, including legal reasoning set forth by opposing രണ്ട് പാർട്ടിയുടെയും കേട്ട് ലിറ്റിഗൻസ് ആരാണെന്ന് വെച്ചാൽ അത് കേട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ എടുത്താൽ രണ്ട് പാർട്ടിക്കും ബൈൻഡിങ് ആണ്. സോ അതിൽ തെറ്റുകളും ശരികളും ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഡിസിഷൻ എടുക്കുന്നു. Besides the rule making and application of function, administration agencies are also involved in rule decision function which is largely സാധാരണ എന്താണെന്ന് വെച്ചാൽ ഓരോരോ സർവീസ് റൂൾസ് ഉണ്ട്. അതനുസരിച്ചിട്ട് ആണ് ഓരോരോ വർക്കേഴ്സിന് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. ഓഫീസേഴ്സിന് അതേമാതിരി മോഡൽ കണ്ടക്ട് റൂൾസ് ഉണ്ട്, അതിലുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂള് പ്രകാരം എല്ലാം ചെയ്യാൻ പറ്റും. അഡ്ജുഡിക്കേഷനോ എന്തായാലും ശരി. നോ ടുഡേ we have administrative tribunals, അതേതൊക്കെ പറഞ്ഞുതരാൻ ഇത് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞുതരാം. that exercise judicial power, നിയമപരമായിട്ടുള്ള പവർ ഉണ്ട് അവർക്ക്. wherein a bulk of decision especially relating to citizen matters come from them. അപ്പോ to provide speedy. പിന്നെ ഈ ട്രിബ്യൂണൽ പോകുമ്പോൾ നിങ്ങൾക്ക് അധികം എക്സ്പെൻഡിച്ചർ ഇല്ല. അതായത് നമ്മുടെ ഗവൺമെന്റിൽ ഇത്ര സെറ്റപ്പ്, അതായത് ഒരു കോടതിയിൽ ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്യണമെന്ന് വെച്ചാൽ അവര് ഇത്ര ചില എമൗണ്ട് ഇത്ര എന്താ പറയുക കെട്ടിവെക്കണം. ഉദാഹരണം, ഒരു ഡിഫാമേഷൻ കേസ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ 10% എന്ത് കെട്ടിവെക്കുക എന്തൊക്കെ വേണം. അപ്പൊ ഇതൊന്നും അതില്ല, 10 പൈസ കൊടുക്കണ്ട. അപ്പൊ ലോ കോസ്റ്റ് ആണ് ജസ്റ്റിസ് ടു ദ സിറ്റിസൺ, thereby not only making adjudication matters accessible. അപ്പൊ ജനങ്ങൾക്ക്, സാധാരണ ആളുകൾക്ക് പോവാം, അപ്രോച്ച് ചെയ്യാം. കോടതിയിലെ കണ്ട അഡ്വക്കേറ്റിന് പൈസ കൊടുക്കണം. അതേമാതിരി ലോട്ട് ഓഫ് പ്രോസസ് അതിന് നീട്ടി കൊണ്ടുവരാൻ നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ, അഡ്വക്കേറ്റിന്റെ എക്സ്പെൻഡിച്ചർ, കേസ് ടു കേസ് ബേസിസ് അതിന്റെ ഫീസ്, അങ്ങനെ കോമൺ മാൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബർഡൻ ചെയ്യാതെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവർ ബർഡൻ ചെയ്യാതെ
ഈ ഇത്തരത്തിലുള്ള പിന്നെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല് സെറ്റപ്പ് ചെയ്തിരുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൺസെപ്റ്റ് അത് അതിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് വേഴ്സസ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ മീൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെറ്റിലിംഗ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സെറ്റിൽ ചെയ്യുന്നത്. ദർ ആർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ടു ക്യാരി ഔട്ട് ദ ഫങ്ഷൻ ഓഫ് അഡ്ജുഡിക്കേഷൻ. അത് പറയാം എന്തൊക്കെയാണ് വരുന്നുണ്ട്. ആൻഡ് ഇൻ എ വെറൈറ്റി ഓഫ് കേസസ്. അതേപ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഇൻ ഇന്ത്യ, the tribunals indulge in settling different types of dispute. അനവധി വിധത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ് ഉണ്ട്, ഇൻകം ടാക്സ് ട്രിബ്യൂണൽ ഉണ്ട്, റെയിൽവേ ട്രിബ്യൂണൽ ഉണ്ട്, അങ്ങനെ പലതും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് തന്നെ പറഞ്ഞുതരാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അപ്പോ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല് നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അതായത് എക്സിസ്റ്റൻസ് ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ, ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ടു പെർഫോം ക്വാസി ജുഡീഷ്യൽ, അതായത് ജുഡീഷ്യൽ ഫങ്ഷൻസ് ആൻഡ് ഇൻവെസ്റ്റഡ് വിത്ത് ഇന്ത്യ ജുഡീഷ്യൽ പവേഴ്സ്. ഇവർക്കെല്ലാം ജുഡീഷ്യൽ പവർ ഉണ്ട് ടു അഡ്ജുഡിക്കേറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ലോ ഓർ ഫാക്ട് അഫക്റ്റിംഗ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺസിന്റെ റൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അടുത്തത് ഫീച്ചേഴ്സ് ആണ്. എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഫീച്ചേഴ്സ്? അത് പറഞ്ഞുതരാം, നോക്കോളൂ. ഒന്ന്, നമ്മുടെ ആദ്യമായിട്ട് മേജർ ട്രിബ്യൂണൽസ് ഏതൊക്കെയാണെന്ന് നോക്കോളൂ. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, റെയിൽവേ റേറ്റ്സ് ട്രിബ്യൂണൽ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് ഉണ്ട്, കോപ്പി റൈറ്റ് ബോർഡ് ഉണ്ട്, എംപ്ലോയീസ് ഇൻഷുറൻസ് കോർട്ട് ഉണ്ട്, ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ ഉണ്ട്, ദി പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ അപ്പലേറ്റ് ബോർഡ് ഉണ്ട്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്, എൻവയോൺമെന്റ്. ദെൻ റെന്റ് കൺട്രോൾ അതോറിറ്റി ഉണ്ട്. ഇതൊക്കെ ട്രിബ്യൂണലാണ്. അടുത്തത് മിലിറ്ററി ട്രിബ്യൂണൽസ്, സിവിൽ അല്ല മിലിറ്ററി, അതും ഉണ്ട് ട്രിബ്യൂണൽ. ഇനി ഫീച്ചേഴ്സ് എന്താണ്? അപ്പോൾ ഞാൻ ഏതെല്ലാം ട്രിബ്യൂണൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫീച്ചേഴ്സ് നോക്കൂ. സുപ്രീം കോർട്ട് ലേസ് ഡൗൺ സർട്ടൻ നോംസ് ഓഫ് ട്രിബ്യൂണൽ. എന്താ ചെയ്യേണ്ടത് ട്രിബ്യൂണൽ? അതായത് പ്രൊസീഡിങ് ഓൺലി ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം മാത്രമേ, അത് ഇതിലുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. proceeding only can commence on an application. It must have the proper power of a court relating to discovery, inspection and taking evidence, allow examination and cross examination and of witnesses. പിന്നെ ലീഗൽ റെപ്രസെന്റേറ്റീവ്, അതായത് വർക്കർക്ക് ചിലർക്ക് നിയമപരമായ പരിജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അതൊക്കെ അലോ ചെയ്യണം. പിന്നെ ബേസ്ഡ് ഓൺ എവിഡൻസ് ഓൺലി നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റും. എവിഡൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, സപ്പോസ് ഒരാൾ 10 ലക്ഷം രൂപ കട്ടെടുത്തു വിചാരിക്കുക, അതിന് പ്രൂഫ് ഇല്ല വിചാരിക്കുക, എവിഡൻസ് ഇല്ലെങ്കിൽ ആ 10 ലക്ഷം അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ 1 രൂപ അല്ലെങ്കിൽ 5 രൂപ കട്ടു, അതിന് എവിഡൻസ് ഉണ്ടെങ്കിൽ പനിഷ്മെന്റ് ക്യാൻ ബി പനിഷ്ഡ് ബൈ ദ ഗവൺമെന്റ്. 5 രൂപയായാലും ശരി 10 രൂപയായാലും ശരി, അതിന് എവിഡൻസ് ഉണ്ട് വിചാരിക്കുക നിങ്ങൾ കട്ടേന്, അത് ആക്ഷൻ വിൽ ഫോളോ. പക്ഷേ ചില സമയത്ത് 10 ലക്ഷം എടുത്തോളും ചില അതിന്റെ ഒരു പ്രൂഫും ഇല്ല, അല്ലെങ്കിൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ എവിഡൻസ് ആണ് അത്യാവശ്യം. ഇവിടെയും എവിഡൻസ് ആണ് വേണ്ടത്. അപ്പൊ then another thing, this members must be qualified to be judges. ഇതിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന ആളുകളെ ജഡ്ജിന്റെ ഈക്വൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് അതേമാതിരിയുള്ള ആളുകളായിരിക്കും. കാരണം ഇമ്പാർഷ്യൽ ഡിസിഷൻ എടുക്കണ്ടേ. ഇവിടെ ഒരുവിധ പൊളിറ്റിക്കൽ പ്രഷറും എടുക്കാതെ, കാരണം അവർ ജസ്റ്റിസ് റിട്ടയർ ചെയ്ത ആളുകളാണ്. അവർക്ക് എന്ത് അംബീഷനുള്ളത്? നീ എന്താ അവർ സമ്പാദിക്കുക? അവർക്ക് എല്ലാ പെൻഷൻ ഫണ്ട് പെൻഷൻ ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോട്. പിന്നെ എന്തിനാണ് പിന്നെ മറ്റുള്ളവരുടെ പൈസ? അപ്പൊ അതുകൊണ്ട് ഇമ്പാർഷ്യൽ വേ ഇവർ ചെയ്യണം. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സിറ്റ് ഇൻ പബ്ലിക്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല്
പബ്ലിക് റെയിൽവേയിലൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഇത് പബ്ലിക് എല്ലാവരും കാണുന്ന വിധത്തിൽ എല്ലാവരും കൂടി എക്സസ് ഉള്ളതാണത്. എല്ലാവർക്കും അവിടെ പോയിട്ട് കേൾക്കാം. അല്ലാണ്ട് ഇങ്ങനെ വാദിക്കുന്നത് എന്താണ്, പ്രോപ്പർ ആണോ, അതൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് കാണാം. അപ്പൊ ഇതാണ്. പിന്നെ ട്രിബ്യൂണൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആൻഡ് സേഫ് ഗാർഡ്സ്. ഓക്കെ, മെറിറ്റ് നോക്കൂ. നമ്മുടെ എന്താണ് നമ്മുടെ മെറിറ്റ്, നമ്മുടെ ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആൻഡ് സേഫ് ഗാർഡ്സ്. ആദ്യം നമ്മുടെ മെറിറ്റിനെ പറ്റി പറയാം. മെറിറ്റ് നോക്കൂ, പ്രൊവൈഡ്സ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രൊവൈഡ്സ് മെറിറ്റ് നല്ലത്, ക്വിക്ക് ഡിസിഷൻസ്, പെട്ടെന്ന്. കോടതിയിൽ 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം കഴിഞ്ഞാലും ആവില്ല ചില സമയത്ത്, മനസ്സിലായില്ലേ? നമ്മുടെ ഈവൻ പ്രൈം മിനിസ്റ്റർ പണ്ടത്തെ രാജീവ് ഗാന്ധിയുടെ അവർ ചെയ്ത ആള് ഇപ്പോഴും 29 കൊല്ലം 30 കൊല്ലമായിട്ട് ജയിലിലാണ്, മനസ്സിലായി? അപ്പൊ കോടതിയിൽ നീണ്ടുപോകും. അത് പല കാരണങ്ങളുണ്ട്. അത് കാരണം എവിഡൻസും അതും ഇതും ഇന്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല, പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻസ് ആണ്. പിന്നെ രണ്ടാമത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഇതാണ് അഡ്വാൻറ്റേജ്, പൈസ കൂടുതലില്ല. മൂന്നാമത് റിലീഫ് ഓവർ ബർഡൻ, അതായത് ജുഡീഷ്യറിക്ക് എല്ലാ കേസും കോടതി പോയി എന്താ സ്ഥിതി? അപ്പോ കുറെ കേസെങ്കിലും മറ്റുള്ള വിധത്തിൽ സെറ്റിൽ ചെയ്യണ്ടേ, ചെറിയ കൊച്ചു കാര്യത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ആണ്, നിങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അപ്പൊ അവരെന്തെങ്കിലും എവിഡൻസും എല്ലാം കാണിക്കുക, അത് കാണിച്ചു കൊടുക്കുക. പിന്നെ ഈസി ടു സെറ്റപ്പ്, ഇത് വളരെ ഈസിയാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വളരെ ഓരോ അതിന് റൂൾസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരാൾ മാറി അപ്പോഴേക്ക് വേറെ ആളെ അപ്പോയിന്റ് ചെയ്യണം, അങ്ങനെ. പക്ഷെ കോമ്പറ്റന്റ് ആളായിരിക്കണം, അവിടെ രാഷ്ട്രീയക്കാർ പാടില്ല, പ്രൊഫഷണൽസ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ റെയിൽവേയിലെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല അവിടെയൊക്കെ, കാരണം എല്ലാം എക്സ്പേർട്സും അതേമാതിരി കഴിവുള്ളവരല്ലേ അവിടെ ഇരിക്കും. UPSCയുടെ സെലക്ഷനിലെ പേഴ്സണൽ ഇന്റർവ്യൂവിൽ ആരെങ്കിലും ക്വാളിഫൈഡ് അല്ലാത്ത, അല്ല മിടുക്കന അല്ലാത്ത ക്യാബിനറ്റ് സെക്രട്ടറി ആ ഒരാള്, നമ്മുടെ അതിന്റെ ചെയർമാൻ. അപ്പൊ ആ ലെവലിലുള്ള ആളുകളെ അവിടെ ഇരിക്കൂ. അതേ പ്രകാരം നമ്മുടെ ഇൻകം ടാക്സ് ട്രിബ്യൂണലിലെ ടാക്സേഷനെ പറ്റിയിട്ടും ഇൻഡയറക്ട് ടാക്സ്, ഡയറക്ട് ടാക്സിനെ പറ്റി അറിയുന്നവരല്ലേ ഇരിക്കും അവിടെ. അപ്പൊ അതുകൊണ്ട് അവര് യാതൊരു വിധത്തിൽ ഇങ്ങോട്ടും ഇല്ല ന്യൂട്രലായിട്ട് നിൽക്കും. അപ്പൊ അതിൽ പറ്റി പേടിക്കണ്ട കേട്ടോ. പിന്നെ വേറൊന്ന് സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ആണ്, ഈസി ടു സെറ്റപ്പ്, കേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കൽ മാറ്റേഴ്സ് ഓൾസോ. അപ്പൊ ഇതിൽ ഓരോരോ ഇതിലുണ്ട്, ഓരോരോ ടാക്സേഷനിലും എക്സ്പെർട്ട് ഉണ്ടാവും അവിടെ. റെയിൽവേയുടെ മെക്കാനിക്കൽ ആണെന്ന് അതിന്റെ എക്സ്പെർട്ട് ഉണ്ടാവും അവിടെ, മനസ്സിലായി? റെയിൽവേ ബോർഡിന്റെ. അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവരുടെ അഡ്വൈസ് സ്വീകരിക്കാം. പിന്നെ ഇത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിനെ വളരെയധികം പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോഷ്യോ എക്കണോമിക്. ഇനി ഡിമെറിറ്റ്സ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഡിമെറിറ്റ്സ് എന്താണ്? ഒന്ന് നോക്കൂ, കണ്ടമാനം കോംപ്ലക്സിറ്റി, അനവധി ഉരുപ്പടി പ്രോബ്ലംസ് ഇങ്ങനെ വരുന്നു. ഓരോരുത്തരുടെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? പിന്നെ ലാക്ക് ഓഫ് യൂണിഫോം പ്രൊസീജിയറിലെ അയാളുടെ ഒരു ആക്ഷൻ ഇയാളുടെ ഒരു ആക്ഷൻ തമ്മിൽ സിമിലാരിറ്റി ഇല്ല. ചിലപ്പോൾ ഒരു ജഡ്ജ് എന്ത് പറയുന്നത് മറ്റേ ജഡ്ജ് വേറെ വിധത്തിലായിരിക്കും പറയുക. കാരണം ഓർമ്മിക്കണേ, കാരണം റിട്ടയർഡ് ജഡ്ജിമാരാണ്. പക്ഷെ അന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു നിയമമായിരിക്കും, ഇപ്പൊ വേറൊരു നിയമമായിരിക്കും. അപ്പൊ ചിലപ്പോൾ സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ യൂണിഫോമിറ്റി. പിന്നെ വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോ, ചില സമയത്ത് വയലേഷൻ ഓഫ് റൂൾ ഓഫ് ലോ ഉണ്ടായിരിക്കും ചില സമയത്തേ. അതായത് അവര് ജഡ്ജായിരിക്കുന്ന സമയത്ത് വളരെയധികം എന്താ പറയണ്ടേ, മിടുക്കന്മാരെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ സാഹചര്യങ്ങളുടെ ഓരോരോ പ്രഷർ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ റൂളൊക്കെ വയലേറ്റ് ചെയ്യും ചില സമയത്ത്. അപ്പൊ അതൊരു ഡിമെറിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അണ്ടർമൈൻഡ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടല്ലോ, ഉള്ളവനും ഇല്ലാത്തവനും, പണക്കാരൻ ഒരു ഇത്, പണം ഇല്ലാത്തവന് വേറൊരു വിധത്തിലുള്ള ജഡ്ജ്മെന്റ്, അത് പാടില്ല. അപ്പൊ ചില സമയത്ത് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടാതെയും വരും. കാരണം എന്താ അറിയുക, മറ്റുള്ളവർക്ക് പണം മറിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് ചില സംഭവം. കാരണം എന്താ അറിയുക, ഈ ഇവർക്ക് വേറെ ഇനിയിപ്പോ പിന്നെ ജോലി ചെയ്യാനൊന്നുമില്ല, ഗവൺമെന്റ് ഉദ്യോഗം കിട്ടില്ല, റിട്ടയർഡ് ആള് ജഡ്ജസിന്. അപ്പൊ ഇപ്പൊ കിട്ടിയതല്ലേ കിട്ടൂ അത്. പിന്നെ ഇൻവിസിബിലിറ്റി ഓഫ് ഡിസിഷൻ, ഇവരെടുക്കുന്ന ഡിസിഷന് ഇൻവിസിബിലിറ്റി, വിസിബിൾ അല്ല. അവരുടെ ആയുക്ത ലോക്പാല് ഇൻവിസിബിലിറ്റി, അവരുടേതായ തീരുമാനം എടുക്കുന്നു. പിന്നെ ലിമിറ്റഡ് റൈറ്റ് ടു അപ്പീൽ, അവരുടെ തീരുമാനം എടുത്തതിന് പിന്നെന്താ അപ്പീല്? ലോകായുക്ത എന്തെങ്കിലും ഇത് എടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് എന്താ കാര്യം? കോടതിയിലും അതന്നെ വരിക. ഏകദേശം ഒരു 90% കോടതി അത് ശരിയാണെന്ന് വയ്ക്കും. പിന്നെ പ്രഡിക്റ്റബിലിറ്റി ഓഫ് ഡിസിഷൻ, എന്ത് വിധത്തിലാണ് ട്രിബ്യൂണൽ ഇത് ചെയ്യുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല.
അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ഡിസിഷൻസ്. മനസ്സിലായോ? കോടതിയിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഏത് വിധത്തിലെ വിധിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൂടി ഉണ്ട്. പിന്നെ ലാക്ക് ഓഫ് സ്പെഷ്യലിസ്റ്റ് ജഡ്ജസ്. യെസ്, ഇന്റഗ്രിറ്റി, ഹൈ ഇന്റഗ്രിറ്റി, ഹോണസ്റ്റ്, യുനോ, അത്തരത്തിലും വളരെ ടെക്നിക്കലി കോമ്പിറ്റന്റ് ആയുള്ള ചില സ്പെഷ്യലിസ്റ്റ് ജഡ്ജസ് വിരളമാണ്. അപ്പൊ അതും പ്രശ്നം വരുന്നു ചില സമയം. ഇതൊക്കെ ഡീമെറിറ്റ്സ് കേട്ടോ. ഇനി സേഫ് ഗാർഡ്, എന്താണ് സേഫ് ഗാർഡ്? ഈ സേഫ് ഗാർഡ് ചെയ്യാൻ എന്താ കാര്യം അറിയോ? ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുക. അതായത് ലീഗലായിട്ട് ചില സമയത്ത് അറിയില്ല, ഈ നിയമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ ചില സമയത്ത് നമ്മളെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ട്രെയിനിങ് കേട്ടോ. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഉദാഹരണം, പണ്ട് 108, അതായത് ഒരു 2-3 മാസം 4 മാസം മുമ്പേ 108 ലേബർ ലോ ഉണ്ട് ഇന്ത്യ. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലേബർ ലോ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോ അതിനെ കമ്മിയാക്കിയിട്ട് 4 എന്തോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാബിനറ്റ്, സെൻട്രൽ ഗവൺമെന്റ്, പാർലമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ എന്തോ ആണ് സംതിങ്. അപ്പൊ അങ്ങനെ നിയമങ്ങൾ മാറി വരികയാണ്. അപ്പൊ അത്രത്തോളം നോളജ് അപ്ഡേറ്റ് ചെയ്തിട്ടേ പോണം, മനസ്സിലായോ? അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതേമാതിരി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലില് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആളെ കുത്തിത്തീർക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ആയ, അല്ലെങ്കിൽ അവിടെ ആർഗ്യുമെന്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കും. ആരാ ജഡ്ജ് ഇരിക്കണമെന്ന് വെച്ചാൽ അപ്പുറത്തെ അഡ്വക്കേറ്റ്. മറക്കരുതേ, നമ്മുടെ അഡ്വക്കേറ്റ്സും വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ചില സമയത്ത് സുപ്രീം കോടതിയിൽ, ഞാൻ പേര് പറയുന്നില്ല, വൺസ് അപ്പോൺ എ ടൈം പാൽക്കിവാല, രാം ജെത്ത്മലാനി, അവര് നിയമത്തിന്റെ അതോറിറ്റീസ് ആണ്. അവരുടെ മുമ്പിൽ ഒരു ജഡ്ജ് അപ്പുറത്ത് ഇരിക്കണമ്പോ അത്രത്തോളം കോമ്പിറ്റന്റ് ആയിരിക്കണം. അവർക്ക് അത്രത്തോളം ലീഗലി വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ ഫേസ് ചെയ്യാൻ പറ്റും അഡ്വക്കേറ്റിന്. പാൽക്കിവാല എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ബുക്ക് എഴുതുന്ന ആളാണ്, വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്. ആളെ പറ്റി, ടാക്സേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും വന്നിട്ട് എന്താ പിന്നെ ചെയ്യുക? അപ്പൊ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ചിലവർക്ക് നോളേജ് ചില സമയത്തില്ല. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. യെസ്, ഇതാണ് ഡീമെറിറ്റ്. മഷ്റൂമിങ് ആൻഡ് നീഡ്ലെസ് കോംപ്ലക്സിറ്റി, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നു. യൂണിഫോം പ്രൊസീജിയർ ഇല്ല അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിന്. നാച്ചുറൽ ജസ്റ്റിസ് ചില സമയത്ത് കൊടുക്കുന്നില്ല. നാച്ചുറൽ ജസ്റ്റിസ് നോക്കൂ, ഇപ്പൊ നാച്ചുറൽ ജസ്റ്റിസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇവിടെ പ്രൈസ് റൈസ്, ആ സമയത്ത് ഒരു സെക്ടറുടെ ചെയ്തു, ഒരു സെക്ടറുടെ ചെയ്തിട്ടില്ല. അങ്ങനെ ആ നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ സ്പെഷ്യലിസ്റ്റ് ജഡ്ജസ് ഇല്ല. അപ്പൊ അത് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം. യെസ്, ദെൻ ദി കൺക്ലൂഷൻ പാർട്ട് ഓഫ് ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് നിയമങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയിലത്തെ അഡ്മിനിസ്ട്രേഷൻ അല്ല ഇന്ത്യയില്, ബ്രിട്ടനിലെ അഡ്മിനിസ്ട്രേഷൻ അല്ല ഇന്ത്യയില്. അവിടുത്തെ ഓരോ നമ്മുടെ നിയമങ്ങളെല്ലാം വളരെ കോംപ്ലക്സ് ഇതാണ്. ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നിയമങ്ങള് നമ്മുടെ പ്രോ പീപ്പിൾ സിറ്റിസൺ ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലാതെ റിജിഡ് അല്ല, ഫ്ലെക്സിബിളും ആണ്. അപ്പോ അൺഫോൾഡഡ് റീസെന്റ് ഇയേഴ്സ് ഓയിങ് ടു ഇൻക്രീസിംഗ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അഡ്മിനിസ്ട്രേഷന്റെ കഴിവ് നിങ്ങൾക്കറിയാം, ഓരോരോ ആളുകളിലൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം സ്കിൽ ഡെവലപ്മെന്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. എക്സ്പീരിയൻസ് പേഴ്സൺ ഈസ് required and highly competent person. Then the coming up of administrative tribunal, there has been an easiness observed in the resolving such complexity. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് വന്നതിന്റെ ശേഷം നമ്മുടെ കോടതിയിൽ വരുന്ന കുറെ കേസുകളൊക്കെ, നമ്മുടെ പണ്ട് ഈ ഡൈവേഴ്സ് ഇതൊക്കെ നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ പോയത്, ഇപ്പൊ കാവലിക്കോട്ട് വന്നില്ലേ. അപ്പൊ അത്രത്തോളം ഇങ്ങോട്ട് മാറിയില്ലേ. ഇവിടെ തന്നെ ഒരു ഇതിൽ തന്നെ കോർട്ടിൽ 6000 കേസുകൾ ഉണ്ട് ചിലയിടത്ത്. അപ്പൊ അത് അത്രത്തോളം ബർഡൻ കമ്മിയായി. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കണം. അപ്പൊ കൊല്ലങ്ങളോളം അതിന്റെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇനി അപ്പൊ എത്രയോ നമ്മുടെ ട്രിബ്യൂണൽസിന്റെ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത്, ദ ട്രിബ്യൂണൽസ് can work more independently towards natural justice by adherence to certain safeguards on the political and judicial fronts. അതായത് ട്രിബ്യൂണൽസിന് ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യണം. നാച്ചുറൽ ജസ്റ്റിസ്, ഇങ്ങോട്ടും തിരിയരുത്. ആളുടെ മുഖം നോക്കിയിട്ടോ രാഷ്ട്രീയ നോക്കിയിട്ടോ പാടില്ല. നാച്ചുറൽ ജസ്റ്റിസ് ബൈ അഡ്ഹിയറിംഗ്, പ്രൊഫഷണലിസം കാണിക്കണം, സേഫ് ഗാർഡ് ചെയ്യണം. രാഷ്ട്രീയ പ്രഷറോ യാതൊന്നും പെടില്ല. ജുഡീഷ്യറിയിൽ ഫെയ്ത്ത് ഉണ്ട്.
അതാണ് നമ്മുടെ ഏറ്റവും മൂന്നാമത്തെ പില്ലർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. അതിന്റെ വാല്യൂ നമ്മള്, അതായത് ജനങ്ങൾക്ക് വിശ്വാസം വേണം ജുഡീഷ്യറിയിൽ. അപ്പൊ ട്രിബ്യൂണൽ ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ആയിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലെ ആ കോൺഫിഡൻസ് നമ്മൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്.